ബഹുമാനപ്പെട്ട ശ്രീ അനൂപ് ജേക്കബ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രി ആലപ്പുഴ CPM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ പ്രസംഗം ഇവിടെ ഉദ്ധരിച്ചു. ഞാൻ ഓർത്തു മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും തന്നെ മറുപടിയിൽ. പക്ഷേ അദ്ദേഹം കാലുമാറ്റത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് കിഡ്നാപ്പിങ്ങിന് കേസെടുത്ത ഈ ക്രിമിനലുകളെ ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വാക്കും പഴയ ചാക്കിനും ഒരേ വിലയാണ് എന്നാണ് ഇന്ന് അങ്ങയുടെ മറുപടിയിലൂടെ ഇന്ന് പുറത്തു വന്നത്. സർ ഇവിടെ കാലുമാറ്റം ആണ് അദ്ദേഹത്തിന് ഭയങ്കരമായ വിഷമമുണ്ടാക്കിയ സംഭവം. സർ, കേരളത്തിൽ എത്ര പഞ്ചായത്തുകളിൽ എത്ര പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കാലുമാറിയിരിക്കുന്നു? അവരെയൊക്കെ തട്ടിക്കൊണ്ടുപോകാൻ ഈ ഒരു മാസം മുമ്പ് വ്യവസായ മന്ത്രി P. രാജീവിന്റെ മണ്ഡലത്തിൽ കരുമാലൂർ പഞ്ചായത്തിൽ ഞങ്ങളുടെ ഒരു അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മാറ്റി വോട്ട് ചെയ്തു. അപ്പുറത്ത് CPM എന്താ ചെയ്തത്? അവനോട് പോയി രാജിവെക്കാനാണ് പറഞ്ഞത്. CPM ഉച്ച കഴിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ കാലുമാറ്റക്കാരനെ വൈസ് പ്രസിഡന്റ് ആക്കി. എന്നിട്ട് മുഖ്യമന്ത്രിക്ക് ഇതുപോലെ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത്? നിങ്ങളതാണ് ചെയ്തത്. രാവിലെ കാലുമാറിയവനെ ഉച്ച കഴിഞ്ഞപ്പോ വൈസ് പ്രസിഡന്റ് ആക്കിയ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറെ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഒരു സ്ത്രീ അവരുടെ സങ്കടങ്ങൾ മുഴുവൻ അവര് നേതൃത്വത്തോട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്ന് അന്വേഷിക്കണം അവരുടെ സങ്കടം എന്താണെന്ന്. വിധവയായ ആ പാവപ്പെട്ട സ്ത്രീയുടെ ഒരു കടം വന്നപ്പോ പാർട്ടി ഇടപെട്ട് വിപ്പിക്കുകയാണ് അവരുടെ സ്ഥലം. മനസ്സിലായില്ലേ? ആ സ്ഥലം പാർട്ടി പറഞ്ഞ വിലയ്ക്ക് അവർ വിൽക്കാണ്. സർ, പാർട്ടി ഇടനിലക്കാരാ ബ്രോക്കർമാര്. എന്നിട്ട് പാർട്ടി എന്താ ചെയ്തെന്നറിയാം? ഇതിന്റെ 4 ഇരട്ടി വിലയ്ക്ക് അത് വിൽക്കുകയാണ് ഇവരുടെ സ്ഥലം. വേറെ ആളെ കൊണ്ട് വിൽപ്പിക്കുകയാണ് വാങ്ങിപ്പിച്ചിട്ട്. സാർ, സങ്കടം വന്നിട്ടാണ്, കടബാധ്യത വന്നിട്ടാണ്. ഒരുപാട് പരാതി അയച്ചു. അവർക്കൊരു പരാതിയുണ്ട്. ഇനി അവര് തീരുമാനം മാറ്റി അവരവിടെ ഞങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ വന്നാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോയല്ലോ ന്യായീകരിക്കാമോ? എന്താ അവരോട് ചെയ്തത്? ബഹുമാനപ്പെട്ട പിറവം അംഗം ശ്രീ അനൂപ് ജേക്കബ് ദൃക്സാക്ഷിയ. അവരുടെ വസ്ത്രാക്ഷേപം നടത്തി, അവരുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ച്, അവരുടെ സാരി വലിച്ച് കീറി അവരെ കാറിലേക്ക്. നിങ്ങളൊക്കെ ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എനിക്ക് വിരോധമില്ല. അല്ല, അതിനെയൊക്കെ ഈ ചെയ്ത കാര്യം സാർ ഇത് അങ്ങ് സംസാരിച്ചോ സാർ, ഇത് വിഷ്വൽ മീഡിയയിലുള്ള കാര്യമാണ്. ഒരു സ്ത്രീയോട് ചെയ്ത കാര്യമാണ്. അല്ല, നിങ്ങളതിനെ ന്യായീകരിച്ചോ സാർ? എന്നിട്ട് അവരുടെ കാല് ഡോറിൽ കുടുങ്ങി. സാർ, ഇത് ശരിയാണ് സാർ? ഇതാണ് ശരിയാണ്? സംസാരിച്ചോ? അവരുടെ കാല് കുടുങ്ങി. അപ്പൊ കാല് കുടുങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു, എന്റെ മകന്റെ പ്രായത്തേക്കാൾ കുറവുള്ള ഒരു പയ്യൻ പറഞ്ഞു ഞാനത് കാല് വെട്ടിയെടുത്ത് തരാമെന്നു. സാർ, ഒരു ചെറുപ്പക്കാരനാ നിങ്ങളുടെ പാർട്ടിയിലുള്ളത്. DYFIയുടെ ബ്ലോക്ക് സെക്രട്ടറിയാണ് തട്ടിക്കൊണ്ടുപോയ ഈ കാർ ഓടിച്ചത്. സാർ, നിങ്ങളുടെ പുതിയതായി വരുന്ന തലമുറയെ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാനാണോ പ്രോത്സാഹിപ്പിക്കുന്നത്? ആണോ? ഇവരാണോ ക്രിമിനലുകളെ വളർത്തിയാണ് നിങ്ങൾ? അവരുടെ മകനേക്കാൾ പ്രായമുള്ളവൻ പറയാണ് നിന്റെ കാല് ഞാൻ വെട്ടിത്തരാന്ന്. ഒരു സ്ത്രീയോടാണ് പറയുന്നത്, അതിന്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയോട്. എന്തെല്ലാം സാറാണ് മോശമായി അതിൻ്റെ അകത്ത് പറഞ്ഞത്? എന്തെല്ലാം കാര്യങ്ങളാണ്? നിങ്ങളുടെ നീതിബോധം ഇതാണോ? അമ്മമാരോടും പെൺമക്കളോടും സഹോദരിമാരോടും ഉള്ള നിങ്ങളുടെ നീതിബോധം ഇതാണോ? നിങ്ങളുടെ പോലീസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. പോലീസ് എല്ലാ സഹായം ചെയ്തു കൊടുത്തു. സാർ, തട്ടിക്കൊണ്ടുപോകുന്ന ഈ കാറിന്റെ മുമ്പിൽ ഒരു ലോറി വന്നു വിട്ടു. അപ്പൊ കാർ എടുക്കാൻ പറ്റണില്ല. പോലീസ് എന്താ ചെയ്തെന്നറിയോ? ആ ലോറി മാറ്റിക്കൊടുത്തു. ആ ലോറി DYFIയുടെ നേതൃത്വത്തിൽ ആ ലോറി മാറ്റിക്കൊടുത്തിട്ട് തട്ടിക്കൊണ്ടുപോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു. അവിടെ ഇരിക്കെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്തോട്ടെ. അങ്ങ് സംസാരിച്ചോ? അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ്. യെസ് അങ്ങ് സംസാരിച്ചോ? സർ, പ്ലീസ് ഒന്ന് അവിടെ ഇരിക്കെ. പ്ലീസ്
പ്ലീസ് അങ്ങ് സംസാരിച്ചോ. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ്, നിങ്ങളിരിക്കും, അവിടെ ഇരിക്ക്. അദ്ദേഹം സംസാരിക്കട്ടെ, കൺക്ലൂഡ് ചെയ്യട്ടെ. നമ്മളേത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്. പ്ലീസ് പ്ലീസ് പ്ലീസ്. എന്ത് ചെയ്യാം? ഇങ്ങനെ പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് പ്രകോപിതനാവില്ല, അങ്ങ് പ്രകോപിതനാവില്ല പ്ലീസ്. അങ്ങ് ഒരു സീനിയർ പൊളിറ്റീഷ്യനാണ്, അങ്ങ് വളരെ സീനിയറാണ്. എന്താണ് ഇങ്ങനെ പെരുമാറുന്നത്? പ്ലീസ് അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. പ്ലീസ് പ്ലീസ് പ്ലീസ്. സംസാരിക്കട്ടെ, നിങ്ങൾ സംസാരിച്ചു പോടെ പ്ലീസ്. അവര് സംസാരിക്കട്ടെ പ്ലീസ്. യെസ് യെസ് യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ്, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ, അവിടെ സീറ്റിലിരിക്ക്, സീറ്റിലിരിക്ക്, സീറ്റിലിരിക്ക്. അവര് വെളിയിലിറങ്ങിയിട്ട് നിങ്ങൾ അവിടെ പോയിരിക്ക്. അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക് പ്ലീസ് പ്ലീസ്. യെസ് യെസ്, നിങ്ങളൊന്ന് ചെയറിലേക്ക് ചെല്ല്. യെസ്, അങ്ങ് ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്, ചെയറിലേക്ക് ചെല്ല്. യെസ് 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 യെസ്. സർ, ഇത് നമ്മുടേതൊരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ്, ഒരു പരിഷ്കൃത സമൂഹമാണ് കേരളം. ആ കേരളത്തിൽ ന്യായമായ സംരക്ഷണം സ്ത്രീകൾക്കും എല്ലാവർക്കും നീതിയുടെ സംരക്ഷണം കൊടുക്കേണ്ട പോലീസാണ് ഈ വൃത്തികേടിന് കൂട്ടുനിന്നത്. സാർ, പോലീസ് സേന ഇത്രമാത്രം അധപ്പതിക്കാമോ? സാർ, കാക്കിയിട്ടുകൊണ്ട് ഈ വൃത്തികേടിന് കൂട്ടുനിൽക്കാമോ? അങ്ങല്ലേ പോലീസിന്റെ ഭരണാധികാരി, അങ്ങയുടെ കീഴിലുള്ള. പ്ലീസ് പ്ലീസ്, അദ്ദേഹം സംസാരിച്ച് കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ്. യെസ് യെസ് യെസ്, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ, അങ്ങ് സംസാരിച്ചോ പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. സാർ, ഇതാണോ നീതി? നിങ്ങൾ അവിടെ ഇരുന്നോന്ന് ഇഗ്നോർ ചെയ്ത് സംസാരിച്ചു പോയിക്കോട്ടെ. യെസ്, അങ്ങ് സംസാരിച്ചോ. അവരെ ഇഗ്നോർ ചെയ്തോ, അവരെ ഇഗ്നോർ ചെയ്തോ. യെസ് യെസ്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്, അവിടെ ഇരിക്ക്. യെസ്, അങ്ങ് സംസാരിച്ചോ. യെസ് സാർ, സാർ, പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ് ഇതിൻ്റെ അകത്ത് ഒന്നാം പ്രതി. യെസ്, അങ്ങ് സംസാരിക്കുക. അതെന്താ നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറയാം? അല്ല, ഞാൻ ചോദിക്കുന്ന ആരും മിണ്ടുന്നില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിക്കെ നിങ്ങൾ സംസാരിക്കാതെ സംസാരിക്കാതിരിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയറിന് അങ്ങ് കൺക്ലൂഡ് ചെയ്. സ്പീക്കർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? യെസ്, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. യെസ്, നിങ്ങളൊന്ന് ചെയറിൽ ചെല്ല്, ഒപ്പോസിഷൻ അങ്ങ് ചെയറിൽ ചെല്ല് പ്ലീസ്. ചെയറിൽ പോയിരിക്ക്, ചെയറിൽ പോയിരിക്ക്, ചെയറിൽ പോയിരിക്ക്, ചെയറിൽ പോയിരിക്ക്. യെസ്, ചെയറിൽ പോയിരിക്ക്, ചെയറിൽ പോയിരിക്ക്, ചെയറിൽ പോയിരിക്ക് പ്ലീസ് പ്ലീസ്. അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം പ്ലീസ് 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 പ്ലീസ്. ശ്രീമതി ജമീല കാലത്തിൽ അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം പ്ലീസ്, അവിടെ ഇരിക്കണം, അവിടെ ഇരിക്കണം. യെസ് പ്ലീസ് പ്ലീസ് പ്ലീസ്. യെസ് യെസ്, ഒന്ന് അവിടെ ഇരിക്കാം, അവിടെ ഇരുന്നു, അവിടെ ഇരുന്നു. യെസ്, നിങ്ങൾ സംസാരിക്കുക. യെസ് യെസ്, ഒന്ന് ചെയറില്. ഇതിനകത്ത് പ്രതികളാക്കിയിരിക്കുന്നത് പാർട്ടി നേതാക്കന്മാരെയാണ്. ഞാൻ പറഞ്ഞാൽ എന്താ ബഹളം ഉണ്ടാക്കുന്നത്? ഒന്നാം പ്രതി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്, രണ്ടാം പ്രതി മുനിസിപ്പൽ ചെയർപേഴ്സണാണ്, മൂന്നാം പ്രതി മുനിസിപ്പൽ വൈസ് ചെയർമാനാണ്, നാലാം പ്രതി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. എന്താണ് ആക്ഷേപം എഴുതിയിരിക്കുന്നത്? 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് നിങ്ങളുടെ പാർട്ടി നേതാക്കൾ ചെയ്തത് ഒരു സ്ത്രീയോട്.
പരസ്യമായി പട്ടാപ്പകൽ ചെയ്തിട്ട് ഈ പോലീസിന്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി വന്ന് അതിനെ ഒരു കാലുമാറ്റം എന്ന തരത്തിൽ ലഘൂകരിക്കാൻ ശ്രമത്തിൽ സാർ, ഇത് കൗരവസഭയിൽ പണ്ടുണ്ടായപ്പോൾ അന്ന് ദുശാസനന്മാരായിരുന്നു. ഇന്ന് ഈ കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ ബഹളമുണ്ടാക്കുമ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ അഭിനവ ദുശാസന്മാരായി മാറും എന്ന് മറക്കണ്ട. ഈ അങ്ങ് കൺക്ലൂഡ് ചെയ്യുന്നുണ്ടോ? അങ്ങ് സർ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യം യെസ് അങ്ങ് സംസാരിക്കേ. ഞാൻ പറയാതെ പോവില്ല. അങ്ങ് പറഞ്ഞോ, അങ്ങ് സംസാരിച്ചോ. സാർ, എനിക്ക് ആരോഗ്യമന്ത്രി ആ ഗസേരയിൽ ഇരുന്നുകൊണ്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. കാരണം അവരൊരു സ്ത്രീയാണ്. സാറേ, അങ്ങ് സംസാരിക്കേ. അവരിയ്ക്കട്ടെ, ഇരുന്നടിയാ മോനെ. മിനിസ്റ്റർ അവിടെ ഇരിക്കുക, അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. അങ്ങേക്ക് പറയാനുള്ളതിന് ശേഷം പറയാം. അങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ, അദ്ദേഹം കൺക്ലൂഡ് ചെയ്താൽ പറയാം. അങ്ങേക്ക് അവസരം നൽകാം. അവരെന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? സ്ത്രീകളെ ആക്രമിച്ച കേസിലെ പ്രതി, അറിയപ്പെടുന്ന ക്രിമിനൽ ഇഡ്ഡലി ശരൺ എന്ന് വിളിക്കുന്ന ശരത്ചന്ദ്രനെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച ആളാ ആരോഗ്യമന്ത്രി. ഇവിടെ നിന്ന് ബഹളം ഉണ്ടാക്കാം. ആപ്പാ കേസ് മനസ്സിലായ? എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്ത്രീ അപമാനിക്കപ്പെട്ടപ്പോൾ ആരായാലും സാർ, അങ്ങയുടെ സമയം എക്സീഡ് ചെയ്യുന്നുണ്ട്. പ്ലീസ് കൺക്ലൂഡ് ചെയ്യ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്ലീസ് അങ്ങ് കൺക്ലൂഡ് ചെയ്യ്. എങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യ്? 13 മിനിറ്റായി. അല്ല, ബഹളമയത്തിൽ പോയി എന്ന് പറഞ്ഞാൽ എന്നാലും സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കാൻ സമ്മതിച്ചില്ല. അല്ല, അങ്ങ് സാധാരണ സംസാരിക്കുന്ന സ്പീച്ച് നടത്തിയിട്ടുണ്ട്. പറയണ്ട. ഞാൻ എത്ര നേരം സംസാരിച്ചു? അങ്ങ് നോർമൽ കേസിൽ സംസാരിക്കേണ്ട സമയത്തോട് എത്തി. സാധാരണ വാക്കൌട്ട് സ്പീച്ചിൽ അങ്ങ് സംസാരിക്കാനുള്ള സമയത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങ് സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ നമ്മൾ തർക്കത്തിലേക്ക് പോണ്ട. അങ്ങ് സംസാരിച്ചോ? അങ്ങ് സംസാരിക്ക്. മിണ്ടാതിരിക്കാൻ പറയാം. അല്ല, അങ്ങനെ എല്ലാ ആളുകളും ഇരുത്തിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. അങ്ങ് സംസാരിക്ക്. അങ്ങക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അതെ, അങ്ങ് കേൾക്കുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? നിയന്ത്രിക്കാൻ പറ്റില്ല. അങ്ങ് സംസാരിക്ക്. കൂട്ടുനിൽക്കാണ്. അങ്ങനെയൊന്നും ആരോപണം ഉന്നയിക്കണ്ട. അങ്ങ് അത്തരത്തിൽ ആരോപണങ്ങളൊന്നും, അത്തരത്തിലൊരു ആരോപണമൊന്നും ചേർന്നതിൽ ഉന്നയിക്കുന്ന രീതി ശരിയല്ല. അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. അങ്ങേപ്പോലൊരു സീനിയറായ ജനപ്രതിനിധി ഇത്തരത്തിൽ ഇമ്മച്ചോടെ സംസാരിക്കരുത്. അങ്ങനെ സംസാരിക്കരുത്. ഈ രീതിയിൽ സംസാരിക്കാൻ പാടില്ല. മെച്ചൂരിറ്റി എന്നെ പഠിപ്പിക്കണ്ട. അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. മെച്ചൂരിറ്റി എന്നെ പഠിപ്പിക്കണ്ട. അങ്ങ് പ്രതിപക്ഷ നേതാവാണ്, അത് മറന്നു പോകരുത്. എന്നെ ഓർപ്പിക്കണ്ട. ആരോപണം ഉന്നയിക്കുമ്പം ഉത്തരവാദിത്തോടെ ഉന്നയിക്കണം. അത്രയേ ഉള്ളൂ. പ്ലീസ് അവിടെ ഇരിക്കെ. അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. പ്ലീസ് അവിടെ ഇരിക്കെ. പ്ലീസ് ശ്രീ സേവിയർ അവിടെ ഇരിക്കെ. അങ്ങ് സംസാരിക്കുക. ഒരു മുനിസിപ്പാലിറ്റിയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യതയോടുകൂടിയാണ്. എന്നെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കുക, എന്നിട്ട് 12 മിനിറ്റ് ആയപ്പോ എന്നോട് അവസാനിപ്പിക്കാൻ പറയാ. അത് എനിക്കുള്ള പ്രതിഷേധം ഞാൻ പ്രകടിപ്പിച്ചു. സ്പീക്കറോട്, ചെയറിനോട് പ്രതിഷേധം പ്രകടിപ്പിക്കാൻ പാടില്ലേ? പാടില്ലേ? പഴയ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. ആ പ്രീസിഡൻസ് ഒക്കെ എടുത്ത് നോക്ക്. ഇവിടെ പറഞ്ഞിരിക്കും. അല്ല, അങ്ങയുടെ വികാരം പ്രകടിപ്പിക്കുന്നൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ചെയർ ഇതിന് കൂട്ടുനിൽക്കുകയാണ് എന്നൊരു പദം ഉപയോഗിച്ചു. അത് ശരിയായൊരു പദമാണെന്ന് തോന്നുന്നില്ല. ചെയറ് പറഞ്ഞത് എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റില്ല. എനിക്കിത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അതായത് ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് വാക്കൌട്ട് പ്രസംഗം നടത്തുമ്പോൾ എന്നെ തുടരെ ശല്യപ്പെടുത്തിയപ്പോ സ്പീക്കറോട് പരാതി പറഞ്ഞപ്പോൾ എനിക്കിവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം പറ്റി, എന്നോട് പ്രസംഗം അവസാനിപ്പിക്കാൻ പറയാം. എന്നോട് സംസാരിപ്പിക്കാൻ സമ്മതിക്കാതെ. സാർ, ഇതെല്ലാവരും കാണുന്നുണ്ട്. അങ്ങെന്താണ് ചെയ്തതെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് ഇവിടെ പറഞ്ഞതെന്നും ഇതുപോലെ ഈ വിഷയം വന്നപ്പോ ഇവർ ഈ ബഹളം ഉണ്ടാക്കിയത് എന്താണെന്നും
ഞങ്ങൾ എന്താണെന്ന് പറഞ്ഞതെന്നും രാജ്യത്തെ എല്ലാവരും കാണുന്നുണ്ട്. അത് മനസ്സിലാക്കണ്ട. പക്ഷേ ഇത് കേരളത്തിലെ സ്ത്രീകളോടുള്ള അധിക്ഷേപമാണ്. മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കുകയാണ്. ശ്രീമതി ജമീല അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ പ്ലീസ്. യെസ് യെസ്. ഒരു CPM കൗൺസിലർക്കാണ് ഇത് പറ്റിയത്. നാളെ നിങ്ങൾക്കാർക്കും പറ്റാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മനസ്സിലായില്ലേ സാർ? ഇതിൽ ഉത്തരവാദികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. അങ്ങ് നിർദ്ദേശം കൊടുക്കണം. അങ്ങയുടെ വാക്കിന് വിലയുണ്ടെങ്കിൽ, സ്ത്രീകളെ സംരക്ഷിക്കും എന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യണം. ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ, ഇതിന് കോട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം. സാർ, അങ്ങയെ പോലെ ഒരാൾ അത് ചെയ്താൽ കേരളത്തിൽ ഇനി ഒരു സ്ഥലത്തും ഇത് ആവർത്തിക്കപ്പെടില്ല. സാർ, അങ്ങ് ഇതിന് കൂട്ടുനിൽക്കുകയാണ്, ഈ പ്രതികളെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. വൃത്തികേട് കാണിച്ച ഈ പോലീസുകാർക്ക് സംരക്ഷണം കൊടുക്കുകയാണെങ്കിൽ സാർ, കേരളം മുഴുവൻ ഇത് ആവർത്തിക്കപ്പെടും. അങ്ങിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കസേരയിലാണ് എന്ന് അങ്ങ് മറക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. സാർ, സർക്കാരിന്റെ നിഷേധാത്മകമായ നടപടിയിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എന്റെ പാർട്ടിയും വോക്കൌട്ട് ചെയ്യും.